ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തു യാസീനിലെ 65 മുതൽ 70 വരെയുള്ള ആയത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ 65-ാമത്തെ ആയത്ത് തുടങ്ങുന്നത് അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമുക്ക് സുപരിചിതമായ ആയത്തുകളാണ് ഇവ. അതായത് അള്ളാഹുവിൻ്റെ കോടതിയിലെ വിചാരണ സമയത്തുണ്ടാകാൻ പോകുന്ന അനുഭവങ്ങളാണ് ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു തരുന്നത്. ഒന്ന്, വായകൾക്ക് സീല് വെക്കും എന്നതാണ്. രണ്ടാമത്തേത് കൈകൾ സംസാരിക്കും. മൂന്നാമത്തേത് ഈ ആയത്തിൽ പറയുന്നത് കാലുകൾ സാക്ഷ്യം പറയും എന്നതാണ്. എന്നിട്ട് ഓരോരുത്തരുടെയും പ്രവർത്തന സമ്പാദ്യത്തിന്റെ കാര്യത്തിലുള്ള ഒരു വിചാരണ അനുഭവമായിട്ടായിരിക്കും ഇത് എന്ന് നമുക്ക് വായിക്കാവുന്ന നിലക്ക് ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തു കൂട്ടിയതിനെ പറ്റിയുള്ള സാക്ഷ്യം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നാം ചെയ്ത ഓരോ കാര്യങ്ങൾക്കും അനുകൂലമായാലും പ്രതികൂലമായാലും വർത്തമാനങ്ങൾ പറയാൻ നമ്മൾ നടന്നു തീർത്ത അല്ലെങ്കിൽ നമ്മൾ ചെയ്തു തീർത്ത ഭൂമിയിലെ എവിടെ വെച്ചാണോ എന്താണോ ചെയ്തിട്ടുള്ളത് ആ ഭൂമിയിലെ മണൽത്തരികൾ വരെ നമുക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ സംസാരിക്കാനുണ്ടാകും എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ. സൂറത്തു സൽസല വായിക്കുമ്പോൾ യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ ബിഅന്ന റബ്ബക ഔഹാലഹ, നിന്റെ രക്ഷിതാവ് അതിന് ബോധനം നൽകിയതിനാൽ ഭൂമി അതിന്റെ വർത്തമാനങ്ങൾ അന്നേ ദിവസം പറയും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അന്നത്തെ ദിവസത്തിന്റെ വിധികർത്താവ് അള്ളാഹു മാത്രമാണല്ലോ. അവന് എല്ലാം അറിയാം, എല്ലാം അറിയുന്നവനാണ്. ഓരോ മനുഷ്യരുടെയും ഏത് പ്രവർത്തനങ്ങളെക്കുറിച്ചും അത് എത്രത്തോളം പ്രവർത്തനങ്ങൾ മാത്രമല്ല, മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു മരത്തിന്റെ ഉണങ്ങിയ ഇല താഴേക്ക് വീഴുന്ന ആ ഒരു വിവരം പോലും അള്ളാഹുവിന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്താതെ പോയിട്ടില്ല എന്ന അധ്യാപനങ്ങളൊക്കെ ഖുർആനിന്റെ ആയത്തുകളിലൂടെ അതേപോലെ തന്നെ പ്രവാചക അധ്യാപനങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കി പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് എല്ലാം അറിയാം. ഒരു ചെറിയ അണു അളവ് പോലും തെറ്റാതെ തന്നെ അള്ളാഹുവിന് ഓരോരുത്തരെ കുറിച്ചും അറിയാം. എന്നിട്ടും അതിന് പുറമെയാണ് ഓരോ വ്യക്തിയുടെയും സകല ചെയ്തികളും സവിസ്തരം മലക്കുകൾ രേഖപ്പെടുത്തുന്ന സംവിധാനത്തെ അള്ളാഹു വെച്ചിട്ടുള്ളത്. അതിനുമപ്പുറം പ്രവാചകന്മാരെ സാക്ഷികളാക്കി പരലോകത്ത് വിചാരണ സമയത്ത് കൊണ്ടുവരുന്ന ഒരു പ്രക്രിയ കൂടിയുണ്ട്. അതോടൊപ്പമാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി വിചാരണ സമയത്ത് സാക്ഷ്യങ്ങളായിക്കൊണ്ട് തെളിവുകളായിട്ട് കൊണ്ടുവരപ്പെടുന്നത്. ഇതൊക്കെ എന്തിനാണ് എന്ന് ചോദിച്ചാൽ നമുക്കുള്ള ഉത്തരം എന്താ? അള്ളാഹുവിന്റെ വിധി അത് പൂർണ്ണമായും നീതിപൂർവകമായിരിക്കും എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകാനാണ്. ആ അർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിപൂർവകമായ വിധി തന്നെയാണ് നമുക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തും. എല്ലാ കാര്യങ്ങളും അവരവരിൽ നിന്ന് തന്നെയാണ് സംഭവിച്ചത് എന്നുള്ളത് അവരവർ തന്നെയാണ് അവർക്ക് വന്നതിൻ്റെ അനുഭവിച്ചതിൻ്റെ ഉത്തരവാദിത്വം അവരവർക്ക് തന്നെയാണ് എന്ന് ഓരോരുത്തരെ ബോധ്യപ്പെടുത്തുക. അതിനൊക്കെയാണ് ഇത്. സൂറത്തു ഫുസ്സിലത്ത് ഹമീം സജദ 20 മുതൽ 20-21 ആയത്തുകൾ വായിക്കുമ്പോൾ ഈ ഒരു സാക്ഷ്യത്തിന്റെ മറ്റൊരു രൂപം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹത്താ ഇദാ ജാഊഹ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സ്വാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ എന്നും വഖാലൂ ലിജുലൂദിഹിം ലിമ ഷഹിദ്തും അലൈനാ ഖാലൂ അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ഷൈ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ മുൻപിലേക്ക് നമ്മളൊക്കെ എത്തുമുണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചാണ്. നമുക്ക് എതിരായിട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ നമ്മുടെ ബസ്വർ അബ്സ്വാറുകൾ അഥവാ നമ്മുടെ കാഴ്ചകളും നമ്മുടെ കേൾവി ശക്തികളും അതേപോലെ നമ്മുടെ തൊലികളടക്കം വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ, അവര് എന്താണ് അമൽ ചെയ്ത് പ്രവർത്തിച്ചത് എന്നതിന് സാക്ഷിയായിക്കൊണ്ട് അള്ളാഹു കൊണ്ടുവരുമെന്നാണ്. ആ സമയത്ത് വഖാലൂ ലിജുലൂദിഹിം ലിമ ഷഹിദ്തും അലൈനാ, അപ്പോ വഖാലൂ ലിജുലൂദിഹിം ലിമ ഷഹിദ്തും അലൈനാ, ഈ തൊലികളോട് മനുഷ്യൻ പറയുമെന്നാണ്. നമ്മൾ അങ്ങനെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് അള്ളാഹുവോട് നമ്മൾ കാവലിനെ ചോദിക്കുകയാണ്. ആ തൊലികളോട് ചോദിക്കും ലിമ ഷഹിദ്തും അലൈന, ഞങ്ങൾക്കെതിരെ നിങ്ങൾ എന്തിന് സാക്ഷ്യം പറഞ്ഞു? അപ്പോൾ ആ തൊലികൾ അവിടെ വെച്ച് പറയുന്ന മറുപടി അള്ളാഹു പറയുന്നു, ഖാലു അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ഷൈ, എല്ലാറ്റിനും സംസാര വൈഭവം നൽകിയവനായ അള്ളാഹു തൊലികളാകുന്ന ഞങ്ങൾക്കും സംസാരശേഷി നൽകിയിരിക്കുകയാണ് എന്നുള്ളതായിരിക്കും. സഹോദരങ്ങളെ, അപ്പോ അവയവങ്ങൾ അവനവനെതിരെ സംസാരിക്കുമ്പോൾ ദയനീയമായി ഈ അവയവങ്ങളോട്
മനുഷ്യൻ പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലോ ഞാൻ ഈ ചെറുത്ത് നിന്നത് എന്നൊക്കെ. ബുഅദൻ വസുഹ്തൻ ഫഅൻകുന്ന കുൻതു ഉനാളിലു എന്ന് പറയുമെന്നാണ്. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിന്റെ ഭാഗമാണത്. വിദൂരം, എന്തൊരു കഷ്ടമാണിതെന്നൊക്കെ പറയുന്ന അർത്ഥമാണ്. ബുഅദൻ വസുഹ്തൻ, വിദൂരം എന്നാണ് അർത്ഥം വരിക. ഫഅൻകുന്ന കുൻതു ഉനാളിൽ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയായിരുന്നല്ലോ ഈ ചെറുത്തുനിൽപ്പൊക്കെ നടത്തിയത് എന്ന് മനുഷ്യൻ പറയുമെന്നതാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഈ കേവല ഈ ചർമ്മ സൗഭാഗ്യം, ആ ചർമ്മ സൗഭാഗ്യത്തിന്റെ പേരിൽ മാത്രമാണ് ഏത് തിന്മയും മനുഷ്യൻ ചെയ്തു കൂട്ടിയിട്ടുള്ളൂ എന്നുള്ളത് കൂടിയാണ് അവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് 66, 67 ആയത്തുകൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അകക്കണ്ണ് തുറക്കാത്ത മനുഷ്യന്മാര്, അവര് ദുഷിച്ചുപോയി. അവരുടെ ദുഷിപ്പ്, അങ്ങനെയുള്ള മനുഷ്യന്മാരുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ചില ശക്തമായ സംസാരങ്ങളാണ്. അതിൽ ഒന്നാമതായി അള്ളാഹു പറയുന്നത്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നില്ലെങ്കിൽ അവരുടെ ബാഹ്യ ദൃഷ്ടി തന്നെ തുടച്ചു നീക്കുമായിരുന്നു. പിന്നെ മുന്നോട്ട് ഗമിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും ഒന്നും കാണാത്തവണ്ണം ഗതികേടിലായി പോകുന്ന അവസ്ഥയായിരിക്കും അതിന്റെ ഫലമായിട്ടുണ്ടാകുക എന്നുള്ളത് അള്ളാഹു പറയുന്ന ഒരു ഭാഗമാണ്. വലൗ നശാഉ ലതമസ്ന അലാ അയുനിഹിം, എന്നാൽ അകക്കണ്ണ് ഉപയോഗിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു പറയുന്ന ഒരു താക്കീത് പോലെ, അല്ലെങ്കിൽ ഒരു വെല്ലുവിളി പോലെ ഉള്ളൊരു സംസാരമാണിത്. അതാണ് ലതമസ്ന അലാ അയുനിഹിം എന്ന് പറയുന്ന ആ ഭാഗം. അതേപോലെ തൊട്ടടുത്ത ആയത്തിൽ വലൗ നശാഉ ലമസഖ്നാഹും എന്ന് പറയുന്നുണ്ട്. അള്ളാഹുവിന് വേണമെങ്കിൽ അവരവർ നിൽക്കുന്നിടത്ത് വെച്ചുകൊണ്ട് രൂപമാറ്റം വരുത്താൻ വരെ സാധിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അവന്റെ ചിന്താശേഷി, അള്ളാഹു കൊടുത്ത ചിന്താശേഷി ഉപയോഗിച്ചുകൊണ്ട് നന്മ കണ്ടെത്താൻ ശ്രമിക്കാത്തതിന്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ അവന് ആക്കാമായിരുന്നു. പക്ഷെ അള്ളാഹു അങ്ങനെ ചെയ്യുന്നില്ല. കാരണം അള്ളാഹു കൊടുത്തൊരു ഇഖ്തിയാറുണ്ട്. ആ ഇഖ്തിയാർ അവന്റെ ഇച്ഛാ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി കൊണ്ടുള്ളതാണ്. അത് അവനെ മരണമാകുന്ന അലംഘനീയമായ വിധി അവനെ തേടിയെത്തുന്നത് വരെ അവന്റെ കാര്യത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള ഒന്നാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ കാരുണ്യം അതുകൊണ്ട് കൂടിയൊക്കെയാണ് ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യാത്തത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ ഈ അൽ മസ്ഖ് എന്നൊക്കെ പറയുമ്പോൾ, ലമസഖ്ന എന്നൊക്കെ പറയുന്ന ആ ആയത്ത് വായിക്കുമ്പോൾ അതൊരു ഗൗരവമേറിയ ശിക്ഷ നടപടിയായിക്കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് പിന്നെ തുടച്ചു നീക്കുന്ന ഒരവസ്ഥ, ഒന്നുകിൽ നിൽക്കുന്നിടത്ത് വെച്ച് തന്നെ കല്ലാക്കി മാറ്റുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അചേതന വസ്തുവാക്കി മാറ്റുക, അതുമല്ലെങ്കിൽ ചലിക്കാൻ കഴിയാത്തവണ്ണം അവിടെ തന്നെ അങ്ങോട്ട് ഇരിപ്പുറപ്പിക്കുക. ആ രീതിയിലൊക്കെ അള്ളാഹുവിന് വേണമെങ്കിൽ മാറ്റാൻ കഴിയും എന്നൊക്കെ വായിക്കാവുന്ന ഒരു പ്രയോഗമാണ് അൽ മസഖ് അല്ലെങ്കിൽ മസഖ്നാഹും എന്നുള്ള വാക്ക്. അതിനെ തുടർന്ന് പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല 68-ാമത്തെ ആയത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അത് നമ്മുടെ ആയുസ്സിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മുടെ ആയുസ്സിൽ നമുക്ക് ലഭ്യമായ നിമിഷങ്ങളുണ്ടല്ലോ, ആ നിമിഷങ്ങൾ ഒരുമിച്ച് ചേർന്ന് രൂപപ്പെടുന്നതാണല്ലോ നമ്മുടെ ആയുസ് എന്ന് പറയുന്നത്. ആ ആയുസ് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താനുള്ള വല്ലാത്ത ഒരു ഉണർത്തലാണ് എന്ന് ചോദിച്ചുകൊണ്ട് അള്ളാഹു നമ്മോട് സംസാരിക്കുന്നത്. അള്ളാഹു നിശ്ചയിച്ച അവന്റെ ഒരു ഹിക്മത്ത്, ആ ഹിക്മത്തിന് അനുയോജ്യമായ ഒരു നീക്കവും ചലനവുമായിരിക്കും ഈ പ്രപഞ്ചത്തിന് ഉണ്ടാവുക എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയത് ആ അവസ്ഥയിലേക്ക് തന്നെ ഒന്നുമല്ലാതാകുന്ന അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളൊരു ഹിക്മത്ത്, ആ ഹിക്മത്ത് അള്ളാഹുവിൻ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് എന്നതാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ചിന്തിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നാം ഓരോരുത്തരും ആയുസ്സിന്റെ അവസാനത്തിൽ ഒരു ഉപകാരമോ ഉപദ്രവമോ അധീനപ്പെടുത്താൻ സാധിക്കാത്തവണ്ണം ദുർബലമായ അവസ്ഥയിലേക്ക് പിന്തള്ളപ്പെടും എന്നുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അങ്ങനെയൊക്കെ വേണം അതിനെ വായിക്കാൻ. അതുകൊണ്ട് തന്നെ നമ്മൾക്കതിൽ നിന്ന് കിട്ടേണ്ടത് എന്താണ്? മനുഷ്യന്റെ മനസ്സുകളിൽ നിന്ന് അഹന്തയും അഹങ്കാരവും കിബറിന്റെ വർത്തമാനങ്ങളും താൻ തന്നെ എന്നുള്ള നിലക്കുള്ള ഇടപെടലുകളും സംസാരങ്ങളും ഒക്കെ ഒഴിവാക്കണം എന്നും തവാദുഉം ഖുദൂഉം അഥവാ വിധേയത്വവും വിനയവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം എന്നുള്ളതുമായ ഒരു ശക്തമായ ഒരു സന്ദേശമാണ് അവിടെ തരുന്നത്. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് സംസാരിക്കുമ്പോൾ പറയുന്നത് വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗി
യംബഗി ലഹു എന്നുള്ളതാണ്. അതായത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കവിയാണ് റസൂലുള്ള എന്ന് അവർ പറയുകയുണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഒരു അഹങ്കാര സംസാരമാണ്. ആ അഹങ്കാരത്തോടു കൂടിയാണ് ഖുർആനെ നിഷേധിക്കാൻ വേണ്ടി ഈ ഒരു നിഷേധ സ്വഭാവം അവർ സ്വീകരിക്കുന്നത്. അങ്ങനെ അഹങ്കരിക്കാൻ മാത്രമൊന്നുമില്ല അവർ എന്ന് പറഞ്ഞിട്ട് തുടർന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നാം ഷിഅർ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അതല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ ഒരു ഷിഅർ അല്ല. പ്രവാചകന് ഷിഅർ ചൊല്ലാനും അറിയില്ല. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്നുണ്ട്, ഒരിക്കൽ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കവിതയിൽ നിന്ന് ചിലതിങ്ങനെ ചൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അത് ഒരിക്കലും ശരിയാവണില്ല, കവിതയുടെ അവസ്ഥയിലേക്ക് അത് വരുന്നില്ല. അപ്പോൾ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, അഷ്ഹദു അന്നക റസൂലുള്ളാഹ്, ഞാൻ താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ സാക്ഷ്യം പറയുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് ഷിഅർ പഠിപ്പിച്ചിട്ടില്ല, കവിത പഠിപ്പിച്ചിട്ടില്ല. വമാ യംബഗി ലക, അത് താങ്കൾക്ക് ചേരുന്നില്ല നബിയെ എന്ന് പറയുകയുണ്ടായി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഈ കാര്യങ്ങളൊന്നും ഷിഅർ അല്ല, കവിതയല്ല, പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിലേക്ക് വിധേയപ്പെട്ടുകൊണ്ടും വിനയപ്പെട്ടുകൊണ്ടും മനസ്സിനെ ചേർത്ത് വെക്കാനുള്ള ശക്തമായ ഉണർത്തലുകളാണ് 68ാമത്തെ ആയത്തിൽ ഈ വിധേയത്വത്തിന്റെ ആവശ്യകത പറയാൻ വേണ്ടി അള്ളാഹു ചിന്തയെ തൊട്ടുണർത്തുന്ന രീതിയിൽ ആയുസ്സിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തി, ദുർബലാവസ്ഥയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ട് ഇത്തരം ആക്ഷേപങ്ങൾ അസ്ഥാനത്താണ് എന്നുള്ള സംസാരം അള്ളാഹു നമ്മുടെ മുൻപിലേക്ക് വെച്ചിട്ടുള്ളത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതോടൊപ്പം ഈ ഖുർആൻ എന്നുള്ളത് ലിയുൻദിറ മൻ കാന ഹയ്യം വയഹിഖൽ ഖൗലു അലൽ കാഫിരീൻ, വളരെ ശ്രദ്ധേയമായിട്ടുള്ള സംസാരമാണത്. ഈ ഖുർആൻ ജീവിച്ചിരിക്കുന്നവർക്കുള്ള താക്കീതാണെന്നാണ്. പക്ഷേ പലപ്പോഴും മരണപ്പെട്ടവരുടെ വീട്ടിൽ സൂറത്തു യാസീൻ പാരായണം ചെയ്യുക എന്നുള്ള വൈരുദ്ധ്യമാണ് പലപ്പോഴും കണ്ടുവരാറുള്ളത്. ഖുർആൻ ആവട്ടെ ജീവിച്ചിരിക്കുന്നവർക്കുള്ളതാണ്, അവർക്കുള്ള താക്കീതായിട്ടാണ്. മരണപ്പെട്ട വീട്ടിൽ ചൊല്ലേണ്ട ഒന്ന് എന്നുള്ള നിലക്ക് വന്നിട്ടുള്ള ഹദീസുകളൊക്കെയും പരിശോധനാ വിധേയമാക്കേണ്ട തരത്തിൽ ദുർബലമായ ഹദീസുകളാണ് എന്ന് നാം ഓരോരുത്തരും ഓർക്കണം എന്നുകൂടി സാന്ദർഭികമായി പറയുകയാണ്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗത്ത് നമ്മോട് സംസാരിച്ചു. തൗഹീദിനെ കുറിച്ച് പറഞ്ഞു, ഹശ്റിനെ കുറിച്ച് പറഞ്ഞു, റിസാലത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അള്ളാഹുവിന്റെ ഏകത്വം, അതേപോലെ തന്നെ റബ്ബിന്റെ അടുക്കലേക്ക് മഹ്ശറിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിന്റെ സത്യസന്ധത, ഇതൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇതുവരെയും മനസ്സിലാക്കി പോന്നിട്ടുള്ളത്. അള്ളാഹു ഇതിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളാനും സന്ദേശം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള അനുഗ്രഹം നമുക്കെല്ലാം നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.